അതെ ഗൈസ്, എൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് പറയാം. വിഷുവിനെ കൊടുക്കാൻ പറ്റിയൊരു സെറ്റായിട്ടുള്ള സെറ്റ് സാരിയാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ സാധാരണ സാരി എടുക്കുന്ന ഒരാളെ അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമെന്നുള്ളവരൊന്ന് പറയാം കേട്ടോ. അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും അല്ല, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുണ്ട്. ചെറുതായിട്ട് തട്ടിക്കൂട്ടിയൊരു ചെറിയ മേക്കപ്പ്, ഫൗണ്ടേഷൻ, ഹൈലൈറ്റർ, കൺസീലർ, ആ വക സാമഗ്രികളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ടും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടും എന്തായാലും ആ വഴിക്ക് പോകുന്നില്ല. പിന്നെ ഈ ഇടയായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ലിപ് കോംബോ ഉണ്ട്. ഇതില്ലാതെ ഇപ്പോൾ എവിടെ ഇറങ്ങാറില്ല. പിന്നെ അത് മാത്രമേ എനിക്ക് എൻ്റെ മുഖത്ത് മര്യാദയ്ക്ക് ചെയ്യാനും അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് അതെന്തായാലും വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരിപാടി എന്ന് പറഞ്ഞാൽ മുടി കെട്ടുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ 2 ഹെയർ സ്റ്റൈൽ അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് അറിയാമെന്ന് പറഞ്ഞാൽ കെട്ടിയിട്ട് അങ്ങ് ഇറങ്ങി. പിന്നെ ഉച്ച നേരം ഇതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ച് ഉച്ചയ്ക്ക് നിൽക്കുമായിരുന്നു. വെന്തവിഞ്ഞ് പുഴുങ്ങി ഉണങ്ങിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ വെയിലത്ത് സൺസ്ക്രീൻ പോലും പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ക്യാമറമാനും കൂടി കുറേ നേരം ആ വെയിലത്ത് നിന്ന് കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീഡിയോ എല്ലാം എടുത്ത് വീഡിയോയുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ കാണാം കേട്ടോ. ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും എഡിറ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആരും കാണാൻ മറക്കണ്ട. പിന്നെ സാരിയുടെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. വേണമെന്നുള്ളവരൊന്നും ജസ്റ്റ് കമൻറ്റ്.